യൂദാസിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിക്കുമ്പോൾ ഒരു നിന്ദവചനം പോലും ഉച്ചരിക്കാതെ വിശുദ്ധ മിഖായേൽ പറഞ്ഞു, ദൈവം നിന്നോട് ചോദിച്ചുകൊള്ളും. സഹോദരങ്ങളെ, മോശ മരിച്ചു കിടക്കുമ്പോൾ ആ മോശയുടെ ശരീരത്തിൻ്റെ മേൽ അവകാശം ഉന്നയിച്ച് നിൽക്കുന്ന പിശാചിനോട് വിശുദ്ധ മിഖായേൽ പറയുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ സ്വരം കേൾക്കാതെ ധിക്കരിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ടപ്പോൾ ആ ശരീരത്തിൻ്റെ മേൽ അവകാശം ഉന്നയിച്ച് നിൽക്കുന്ന പിശാച്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ പിശാചിന് എത്രമാത്രം അവകാശമുണ്ടാകും? ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയി പാപകരമായ ജീവിതം നയിക്കുന്ന നമ്മൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വ്യഭിചരിച്ച് കടന്നു പോകുന്ന, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചു കിടക്കുന്ന നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ അവകാശം ഉന്നയിക്കാൻ തീർച്ചയായും പിശാച് കടന്നു വരും. അതുകൊണ്ട് നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ഈ ദിവസങ്ങളിൽ, ഈ കടന്നു വരുന്ന ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ വരെ ചെയ്ത പാപങ്ങളെ മറന്ന് ഇന്നു മുതൽ ഒരു നല്ലൊരു മകനായി മകളായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആമേൻ.